ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡാണിത്. ഈ വണ്ടിയുടെ POV റിവ്യൂവിലോട്ട് നമുക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എഞ്ചിൻ റൂമിലോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം. എഞ്ചിനും ഹൈബ്രിഡും ചേർന്നുള്ളതാണ്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1.5 ലിറ്ററാണ് പെട്രോൾ എഞ്ചിൻ. ഇതാണ് ഈ വണ്ടിയുടെ പെട്രോൾ എഞ്ചിൻ. സ്റ്റിക്കാണ് വരുന്നത്, ഹൈഡ്രോളിക് അല്ല. LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. 3 പീസ് LED ആണ്. ഒരു 17 ഇഞ്ച് അലോയ് വീൽസാണ് ഇതിന് വരുന്നത്. പിന്നെ 360 ക്യാമറ, എൻട്രി റിക്വസ്റ്റ് സ്വിച്ച്, LED ടൈൽ. ഇതാണ് ഇതിൻ്റെ ബൂട്ട് വരുന്നത്. ഒരു പീസ് ഇവിടെ വരുന്നുണ്ട്. അതിനടിയിൽ സ്പെയറിൻ്റെ ടൂൾ കിറ്റും കാര്യങ്ങളും. ഇതിൻ്റെ ഹൈബ്രിഡിൻ്റെ ബാറ്ററിയുടെ ചാനലൊക്കെയാണ് വരുന്നത് ഇതിൽ. ഇതാണ് ഇതിൻ്റെ സ്പേസ് വരുന്നത്, ബൂട്ട് സ്പേസ്. ഓട്ടോ സ്വിച്ച് അല്ല. ഒരു ക്യാമറ ഉണ്ട് ബാക്കിൽ. ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ്, റിവേഴ്സ് ലൈറ്റ്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിലോട്ട് കിടക്കാം. ഇതാണ് ബാക്ക് സീറ്റ് വരുന്നത്. ഫുൾ റൂഫായിട്ടാണ് വരുന്നത്, പനോറാമിക് റൂഫ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സ്പേസ്, ലെഗ് സ്പേസ് വരുന്നത്. ബാക്ക് സീറ്റിൻ്റെ ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല കംഫർട്ടായ സീറ്റിംഗ് ആണ്. 3 പേർക്കും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ AC വെൻറ്റ്, 2 ചാർജിങ് ഔട്ട്ലെറ്റ്, സ്പീക്കർ വരുന്നുണ്ട്, പവർ വിൻഡോ സ്വിച്ച്, പിന്നെ ക്രോം ഡോർ ഹാൻഡിൽ അകത്തത്. എല്ലാം ലെതർ ഫിനിഷാണ്. സീറ്റെല്ലാം ലെതർ ഫിനിഷാണ്, ഫുള്ളി ലെതർ ഫിനിഷിലാണ് സീറ്റ് വരുന്നത്. ഇതിനകത്ത് ഇത് ഒരു റെഡ് ടൈപ്പ് സീറ്റിംഗാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ്ങിൽ വരുന്ന റെഡാണ് അകത്ത് വരുന്നത്. അത് ക്യാമറയിൽ ബ്ലാക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. ഒരു സ്പോട്ടി ഡിസൈൻ സീറ്റാണ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂയിലോട്ട് പോകാം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ കീ. കുഞ്ഞ് കീ ആണ്. ഡോർ ലോക്കും അൺലോക്കും ആണ് വരുന്നത്. ഇതിൽ ഓട്ടോ ക്ലൈമറ്റ് AC കാര്യങ്ങൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയത്. EV മോഡിൻ്റെ സ്വിച്ച്, ഡ്രൈവ് മോഡ് സ്വിച്ച്, സീറ്റ് വെൻറ്റിലേഷൻ വരുന്നുണ്ട്. ഫ്രണ്ട് 2 സീറ്റും വെൻറ്റിലേറ്റഡ് ആണ്. 3 സ്റ്റെപ്പ് വെൻറ്റിലേഷൻ. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ്. ഹാൻഡ് ബ്രേക്ക് ഓട്ടോ ഹാൻഡ് ബ്രേക്ക് അല്ല. സ്റ്റിയറിംഗ് വീൽ സെറ്റ്, ഹസാർഡ് സ്വിച്ച്, ഓട്ടോ ക്ലൈമറ്റ് AC ഓട്ടോമാറ്റിക് ആണ്. പിന്നെ USB പോർട്ട്, പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് ഔട്ട്ലെറ്റ്. ഇതിൽ ബാറ്ററി ഇച്ചിരി വീക്കാന്ന് തോന്നുന്നു. ഇത് ഓണായി. ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ വരുന്നത്. ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് വരുന്നത് ഇതിൻ്റെ ചാർജിൻ്റെ കാര്യങ്ങൾ, എക്കോ മോഡ്, ചാർജ്, പവർ മോഡ്. റൈറ്റ് സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറും ഫ്യൂവലിൻ്റെതും, പിന്നെ പാർക്കിംഗ്, EVയുടേതും. ഇപ്പം സ്റ്റാർട്ടായത് ഇലക്ട്രിക്കിലാണ് ഇപ്പം നിൽക്കുന്നത്, EVയിലാണ് നിൽക്കുന്നത്. സൈലൻ്റ് ആണ്. ഓട്ടോ ഡിം അഡ്ജസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ സൺറൂഫ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്രയാണ് ഓപ്പണിംഗ് വരുന്നത്. അതായത് ഫ്രണ്ട് സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ അവിടം വരെ ഓപ്പണിംഗ് കിട്ടും. ഇവിടെ നിന്ന് ഒരാൾക്ക് എണീറ്റ് നിൽക്കാൻ കംഫർട്ടായിട്ട് പറ്റും. പിന്നെ സീറ്റെല്ലാം ബക്കറ്റ് ടൈപ്പ് സീറ്റാണ് വരുന്നത്. ഫുള്ളി ലെതർ സ്റ്റിച്ചാണ്. സ്റ്റിയറിംഗ് വീലും ലെതർ സ്റ്റിച്ചാണ് വരുന്നത്. പവർ മിറേഴ്സാണ്. ഫ്രണ്ട് ഓട്ടോ പവർ മിററാണ്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, കാർപ്ലേ വരുന്ന സെറ്റാണ് ഇതിൽ വരുന്നത്. നമുക്ക് വണ്ടിയുടെ POV ഡ്രൈവിലോട്ട് പോവാം. സീറ്റ് ബെൽറ്റ് ഇട്ടു, മിററെല്ലാം ചെക്ക് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് എടുത്തു,
ഡ്രൈ മോഡ്, സൺറൂഫ് ക്ലോസ്. HUD വരുന്നതാണ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ. നമുക്കത് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ എടുക്കുന്നത്. ഇപ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഓപ്പൺ ആയി. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നു. ഹലോ. ഓക്കെ. ഇതിനകത്ത് ഇപ്പോൾ ആവറേജ് കാണിക്കുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, ഏത് ഗിയറാണെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോർമൽ മോഡിലാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എക്കോ മോഡ്. വണ്ടി അത്യാവശ്യം നല്ല അഗ്രസീവാണ്. 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇതിൽ ക്രൂസ് കൺട്രോളും കാര്യങ്ങളും വരുന്ന മോഡലാണിത്. സ്റ്റിയറിംഗിൽ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ, ഇത് സൈഡ് ക്യാമറ വ്യൂ. ഇവിടെ റൈറ്റ് സൈഡാണ് സ്വിച്ച് വരുന്നത്. ഈ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വണ്ടിയുടെ TPMS കാണിക്കും, ഫ്യൂൽ റേഞ്ച് കാര്യങ്ങൾ കാണിക്കും, പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, കാർപ്ലേ, പിന്നെ വോയിസ് അസിസ്റ്റൻ്റ്. EVയും പെട്രോളും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും വണ്ടി. എങ്ങനെയായാലും കുറഞ്ഞതൊരു 20 എബോ എങ്കിലും നമ്മുടെ ഇവിടെ ഇന്ത്യൻ റോഡിൽ മൈലേജ് ഇതിന് ക്ലെയിം ചെയ്ത ആൾക്കാരുണ്ട്. ഒരുപാട് പേര് ക്ലെയിം ചെയ്തിട്ടുണ്ട്. 22, 23 ഒക്കെ ക്ലെയിം ചെയ്തവരുണ്ട്. അത്യാവശ്യം വണ്ടി നല്ല പവർഫുള്ളാണ് എക്കോ മോഡിൽ തന്നെ. കാര്യം വണ്ടി സഡൻലി 50, 60 ഒക്കെ സഡൻലി കയറുന്നുണ്ട്. നമുക്കിതിൻ്റെ ഡ്രൈവ് മോഡൊന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പവർ മോഡിലോട്ട് മാറി. വണ്ടി കുറച്ച് സൗണ്ടായി. ഇപ്പോൾ ഒരു 80 സ്പീഡായി. നമ്മൾ 80ൽ ബീപ്പ് വരും. കാര്യം 80 EV മോഡിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ്ഫുള്ളി EV മോഡിലോട്ട് മാറ്റാം. അതിനൊരു സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അത് EVയിൽ ചാർജ് എത്ര കപ്പാസിറ്റി ആയിട്ട് നിൽക്കുന്നോ അതിനനുസരിച്ചേ അത് വർക്ക് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വർക്കിംഗ് ആയിരിക്കത്തില്ല. ഇപ്പോഴും എക്കോ മോഡിലോട്ട് മാറി. നമ്മളിപ്പോൾ നോർമലിൽ നിന്ന് EV മോഡ്.
ഇതിൽ മിററിൽ ലൈറ്റ് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാം അത്യാവശ്യം നല്ല ഡിസൈനാണ്. കാര്യം ഇപ്പം ഏകദേശം വെയിൽ കുറഞ്ഞു വന്ന ടൈമിന് നമുക്കറിയാൻ പറ്റും. ഡേ ടൈമിന് കാണുന്ന കണക്കല്ല നൈറ്റ് വ്യൂ. അത്യാവശ്യം ഇവിടെ എന്താ പറയുക, ഫുള്ളി കളർഫുള്ളായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു പ്രീമിയം ടച്ചാണ് ഇവിടെ വരുന്നത്. ലെഫ്റ്റ് സൈഡ് ഒരു എഡ്ജ് കട്ട് ചെയ്തിങ്ങനെ പോകുന്നത്. LED വൈറ്റ് ലാമ്പാണ് വരുന്നത്. ഹെഡ്ലൈറ്റ് പ്രൊജക്ടറാണ്. പ്രൊജക്ടറിൽ തന്നെ വൈറ്റ് ലാമ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. സ്റ്റിയറിംഗിൽ വരുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ വോളിയം കൺട്രോൾ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വോയിസ് റെക്കഗ്നൈസേഷൻ സ്വിച്ച് താഴെ വരുന്നുണ്ട്. കോൾ ആൻസർ, കോൾ ഡിക്ലൈൻ, പിന്നെ വോയിസ് കൺട്രോൾ, ഈ 3 സ്വിച്ച്. നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, കിലോമീറ്റർ പെർ ഹവർ, അതായത് ഡ്രൈവിംഗ് ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൈം, സോൺ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ മോഷൻ ഫ്രണ്ട്, ഇത്ര തന്നെയാണ്. പിന്നെ പുറത്തെ ടെമ്പറേച്ചറും ഓഡോമീറ്ററും. ഹാൻഡ് റെസ്റ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടാണ്. പിന്നെ ഗിയർ നോബും അത്യാവശ്യം നല്ല പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക്
പെട്ടെന്ന് ഇടാനും റിവേഴ്സ് ആയാലും ന്യൂട്രൽ ആയാലും ഇടാനുള്ള ഹാൻഡിൻ്റെ കറക്റ്റ് പൊക്കത്തിനാണ് വരുന്നത്. ഓട്ടോ ഹെഡ് ലാമ്പാണ്. ഓട്ടോമാറ്റിക്കലി സൺലൈറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ താനെ അങ്ങ് ലൈറ്റ് ഓൺ ആവും. അല്ലാതെ തന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഹെഡ് ലൈറ്റ് ഓൺ ആവും.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയുക. അടുത്ത വീഡിയോയിൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പറ്റുന്നതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യും. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ബൈ.